ടു ഹംഗ്രി ട്രക്കറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഫുഡ് വ്ളോഗാണ്. നമ്മളിപ്പോൾ എറണാകുളത്ത് സാത്തറിൽ വന്നിരിക്കുകയാണ്. സാത്തറിലെ ഫുഡ് വിശേഷങ്ങളായത് നമുക്ക് കാണാം. സാത്തറിലെ അറബിക് ഫുഡ് നമുക്കിന്ന് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ നമുക്കിന്ന് ചർച്ച ചെയ്യാം. അങ്ങനെ നമ്മൾ സാത്തറിൽ വന്നിട്ടുണ്ട്. സാത്തറിൽ ഫുഡ് മെനു ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. മെനു ഒക്കെ നോക്കിയിട്ട് നമ്മൾ ഫുഡ് ഏതാണെന്ന് ചൂസ് ചെയ്യാൻ പോവാണ്. നമ്മുടെ കൂടെ ഉള്ളത് കണ്ട ജസീമാണ്. ജസീമേ, നമ്മൾ ഫുഡ് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയിക്കുക, എന്തൊക്കെ ഓർഡർ ചെയ്യുന്നുള്ളത് കാണിക്കുക. നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റിങ്ങിലാണ്. എങ്ങനെയുണ്ടല്ലേ സാത്തറിൻ്റെ വിശേഷങ്ങളുണ്ട്? സാത്തർ ഒരു വെറൈറ്റിയാണ്. നമ്മൾ വന്ന് കയറിയതേ ഉള്ളൂ. എന്തായാലും ഫുഡ് വരട്ടെ. ഫുഡ് കഴിച്ചതിന് ശേഷം റിവ്യൂ ഇടാം. നല്ലതാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ റിവ്യൂ കറക്റ്റ് പറയും കേട്ടോ. കുറേ ആൾക്കാർ പറയുന്നുണ്ട് സാത്തറിലെ ഫുഡ് അടിപൊളിയാണ്. എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇല്ല അളിയാ? വലിയ നമ്മൾ സൂപ്പ് എത്തിയിട്ടുണ്ട്. നല്ല ആവി വറക്കുന്ന മട്ടൺ സൂപ്പാണ്. നമ്മളെ ജസീമലിയൻ ഫുഡ് ടേസ്റ്റ് ചെയ്യാണ്. കൊള്ളാം, നല്ല സ്റ്റാൻഡേർഡ് സൂപ്പ് നല്ലതാണ്. സ്റ്റാർട്ടർ തന്നെ നമുക്ക് പൊളിച്ചിട്ടുണ്ട്. ബാക്കി ഫുഡ് വരട്ടെ. സൂപ്പ് കൊള്ളാം, സൂപ്പർ. നമ്മൾ വേണ്ട സൂപ്പ് ടേസ്റ്റ് ചെയ്യുവാണ്. നല്ല മട്ടൻ്റെ മീറ്റും ഒക്കെ ഇതിലുണ്ട്. നമുക്ക് നോക്കാം. കൊള്ളാം കേട്ടോ. നല്ലൊരു പുളിയും എരിവും മല്ലിയിലയുടെ ഒക്കെ ആ ഒരു ടേസ്റ്റും ഒക്കെ ഉണ്ട്. കൊള്ളാം. ഇപ്പോഴുള്ള ഫുഡ് വന്നിട്ടുണ്ട്. നമ്മുടെ ഫുഡ് ഇത് ഹനീദ, മട്ടൻ ഹനീദ്. ഇത് നമ്മുടെ നാന്. ഇതെന്തായിരുന്നു? കബാബ് ആണ്ട. ഇത് ബീഫാണ് വരുന്നത്, ബീഫ് കബാബ്. നാനെടുത്ത് നാനെന്നാ സോഫ്റ്റ് കേട്ടോ. ഞാൻ ചുമ്മാ ഒന്ന് കഴിച്ചു നോക്കാം. ചൂടുണ്ട്. ഇപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ കബാബ് ബീഫാണ്. നമുക്കൊരു കബാബും ഞാനും ഇവിടെ നിന്ന് കഴിച്ചു നോക്കാം. ബീഫും ഞാനും ഇവിടെ എടുത്ത് കഴിയാണ്ട. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കൊള്ളാം. നമ്മൾ സാധാരണ ഒരു കബാബ് ചിക്കൻ്റെ ഒക്കെ വരുന്ന ഒരു ഡ്രൈ ആയിട്ടല്ലേ, അവരുടെ സ്പെഷ്യൽ സോസും ഒക്കെയാണെന്ന് തോന്നുന്നു ഇട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കബാബും ഞാനും. പക്ഷെ കബാബിൽ മറ്റേ നമ്മുടെ ചിക്കൻ്റെ നോർമൽ കബാബാണ് കുറച്ചുകൂടെ നല്ലത് കേട്ടോ. ഇത് ടേസ്റ്റില്ലാന്നല്ല, ടേസ്റ്റുണ്ട്. മറ്റേ ആകുമ്പോൾ നമുക്കൊരു കുറച്ചുകൂടെ ഒരു കൊള്ളാം. എനിക്ക് ബീഫിനെക്കാളും ഇഷ്ടപ്പെട്ട ചിക്കൻ്റെ കബാബാണ്. ഇത് ടേസ്റ്റ് ഉണ്ട്, കൊള്ളാം. ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ മട്ടൻ ഹനീദാണ്. നല്ല റൈസ് ഉണ്ട്, മട്ടൻ പീസും ഉണ്ട്. അതിൻ്റെ മയണൈസ് അല്ല, വേറൊരു ഇത് ക്രീം പോലത്തെ ഒരു സാധനമാണ്. നമുക്ക് നോക്കാം എന്തോന്നുള്ളത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 400 രൂപയാണ് മട്ടൻ ഹനീദിന് വരുന്നത്. മറ്റേ നമ്മുടെ ബീഫ് കബാബിന് വരുന്നത് 490 രൂപയും. നമ്മൾ മട്ടൻ പീസ് ഇച്ചിരി ഒന്ന് എടുത്ത് നോക്കാം. നല്ല സോഫ്റ്റ് മീറ്റാണ്. അതെ, ഭയങ്കര സോഫ്റ്റ്. ഐസുമായിട്ടൊന്ന് കഴിച്ചു നോക്കാം. നമ്മുടെ കബാബിനെക്കാട്ടിയും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതാ നമ്മുടെ ഹനീദാണ്.
നമുക്ക് ജസീമിനോട് ചോദിച്ചു നോക്കാം, അവന് ഇഷ്ടപ്പെട്ടത് കബാബാണോ മട്ടൻ ഹനീദാണോ എന്നുള്ളത്. ജസീമളിയാ, ഏതാ ഇഷ്ടപ്പെട്ടത്? ഏതാ, മട്ടൻ ഹനീദാണോ ഇഷ്ടപ്പെട്ട കബാബാണോ ഇഷ്ടപ്പെട്ട? മട്ടൻ ഹനീദ ഇഷ്ടം. നല്ല മട്ടൻ നല്ല സോഫ്റ്റ് മീറ്റും, മട്ടൻ മീറ്റ് കൊള്ളാം, നല്ല ഭയങ്കര സോഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിച്ച് എടുത്തു കഴിഞ്ഞാൽ എന്താ ഭയങ്കര സോഫ്റ്റ്. നമ്മളാണ് ജാത്രിയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വെളിയിലോട്ട് ഇറങ്ങി. നമുക്കിവിടെ പാർക്കിങ്ങിനുള്ള സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഏകദേശം ഒരു 10 വണ്ടികളോളം ഇടാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ നമുക്കിവിടെ കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേന് അഡിഡാസിൻ്റെ ഒരു ഷോറൂം ഉണ്ട്, അതിനടുത്തായിട്ട് നമുക്ക് ഇവർക്ക് പാർക്കിങ്ങിനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ ഹോട്ടൽ ഓപ്പൺ ആകുന്നത് ഉച്ചയ്ക്ക് 12 മണിക്കാണ്. ഉച്ചയ്ക്ക് 12 മണി തൊട്ട് എല്ലാ മെനു ഉണ്ട്. റൈസ്, മന്തി, അറബിക് ഫുഡ്, നാന് എന്നുള്ള എല്ലാ ഫുഡുകളും ഇവിടെ ഉണ്ട്. ഇവിടുത്തെ ഫുഡ് ടോട്ടൽ എമൗണ്ട് നമുക്ക് വന്നേക്കുന്നത് 1239 രൂപ. നമ്മുടെ അൽനാജി കബാബും ഒരു മട്ടൻ ഹനീദ് പിന്നെ ഒരു സൂപ്പ് കുടിച്ചായിരുന്നു, മട്ടൻ സൂപ്പ് എല്ലാം കൂടെ വന്നേക്കുന്നത്. അതിനകത്ത് നമുക്ക് ഏറ്റവും അടിപൊളിയായിട്ട് ഫുഡ് തോന്നിയത് മട്ടൻ ഹനീദാണ്. മട്ടൻ്റെ മീറ്റൊക്കെ ഭയങ്കര സോഫ്റ്റ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മട്ടൻ മീറ്റ് നമ്മൾ കഴിക്കുന്നത്. ഭയങ്കര സോഫ്റ്റ്, നമുക്ക് ആ മട്ടൻ്റെ ബോൺ വരെയും കടിച്ച് തിന്നാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇതാണ്. നല്ല ക്വാളിറ്റിയുള്ള മീറ്റും നല്ല സോഫ്റ്റ് മീറ്റും. റൈസും നമുക്ക് ആ കൂടെ കൊണ്ടുവന്ന ആ ഒരു ഇതുണ്ടല്ലോ ചട്നി പോലത്തെ, അതൊന്നും നമുക്ക് എടുത്ത് കഴിക്കേണ്ട ആവശ്യം വരത്തില്ല. ചുമ്മാ തന്നെ നമുക്ക് റൈസായിട്ട് തന്നെ കഴിക്കാൻ പറ്റും. അത്രയും ക്വാളിറ്റിയുള്ള റൈസും മീറ്റും കൊള്ളാം. നമ്മുടെ വ്യത്യസ്തമായ ഫുഡിൻ്റെ വിശേഷങ്ങളും ട്രെക്കിംഗ് വീഡിയോകളുടെയും യാത്രകൾ തുടരുകയാണ്. യാത്രകൾ അവസാനിക്കുന്നില്ല. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണും വരേക്കും എല്ലാവർക്കും ബൈ.